നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒരു 10 ദിവസം മുമ്പ് 2 കൊള്ളിക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ജയശ്രീ ബോംബെക്ക് പോയിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ജയശ്രീ ഒരു കൊള്ളിക്കിഴങ്ങ് പറിച്ചിട്ട് 2 കൊള്ളിക്കിഴങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. 2-3 ദിവസം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു ദിവസം അതെടുത്ത് പുഴുങ്ങി, മുഴുവനായിട്ട് പുഴുങ്ങി വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിറ്റേ ദിവസം തൊട്ട് എല്ലാ ദിവസവും മഴയായി. അപ്പോൾ പിന്നെ കൊണ്ടാട്ടുണ്ടാക്കിയാലും ഉണക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അത് എടുത്തു വെച്ചു, ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പം 4-5 ദിവസം കണ്ടായി. ഇന്നൊരു വെയിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അതുകൊണ്ട് തയ്യാറാക്കി കേട്ടോ. ഇത് കണ്ടോ, ഇതാ എല്ലാം ചെറുതായിട്ട് പീസാക്കി പുഴുങ്ങിയ കൊള്ളി കണ്ടോ. ഇതാണ് ഇത് 2, പിന്നെ ഇതിൽ അപ്പോൾ ഇതിപ്പം ഒരു വെയിൽ കാണുന്നുണ്ട്. വെയിലത്ത് വയ്ക്കാം, വയ്ക്കട്ടെ അല്ലേ, വയ്ക്കാം. ഒന്ന് ചൂടാവുമ്പോഴേ ഇവിടെ തണൽ വരുമ്പോൾ ഇവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ ഫ്രിഡ്ജ് വെച്ച കാരണം ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം നമ്മളൊക്കെ ഏകദേശം ഉണങ്ങും. നാളെയും കൂടി ഉണങ്ങിയാൽ ഉണക്കം തീരും. ഞാൻ മുമ്പ് ഉണക്കി വെച്ച കുറച്ച് കൊണ്ടാട്ടം ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഒരു കൊള്ളിക്കിഴങ്ങ് ബാക്കിയായി. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പുഴുങ്ങിയപ്പോൾ കുറച്ച് ബാക്കി വന്നപ്പോൾ ഞാൻ അത് അരിഞ്ഞ് വെച്ചതാണ്. ആ കൊണ്ടാട്ടം നമുക്കിന്ന് വറക്കാം കേട്ടോ. അത് വെള്ളം ആയതുണ്ടാവില്ലേ. കൊണ്ടാട്ടാണ് ഇത്. ഇന്ന് മുൻപ് ഉണക്കി വെച്ചേരുന്നതാണിത്. ഇടാം. കൊള്ളി വറുത് നല്ലതാട്ടോ. ഇതാ കൊള്ളിക്കൊണ്ടാട്ടം. അപ്പോൾ കണ്ടില്ലേ, നമ്മളിന്ന് ആക്കിയത് പകുതി ഉണക്കായി. നാളെയും കൂടി ഉണങ്ങിയ ആവും കേട്ടോ. ഇത് 4 മണി ചായക്ക് ഇപ്പം ഞാൻ വറുത്തതാണ്. ഉണ്ട് ചായ കുടിച്ചോളാം. ചൂടുണ്ട്. എൻ്റെ സ്കൂളിലെ OSAയുടെ ഒരു ഓണാഘോഷ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ OSA ഗ്രൂപ്പിൽ കുറേ കുട്ടികൾ അംഗത്വം എടുത്തിരുന്നല്ലോ. അതിൽ ഒരുപാട് പേരുണ്ട്. അതിലൊരാൾ രാജേന്ദ്രൻ എന്ന് പേരുള്ള ഒരു കുട്ടി എന്നെ വിളിച്ചിരുന്നു. രാജേന്ദ്രൻ ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ആള് ഇവിടുന്ന് 10ാം ക്ലാസ് പഠിച്ച് കഴിഞ്ഞ് 2 കൊല്ലം പ്രീ ഡിഗ്രിയും കഴിഞ്ഞിട്ട് നാട് വിട്ടു പോയതാണ്. പിന്നെ പുറത്തായിരുന്നു ഫുള്ള്. ഇപ്പം 30 വർഷമായിട്ട് കേരളത്തിന് പുറത്താണ് ജോലി ചെയ്യണതും താമസിക്കുന്നതൊക്കെ. വല്ലപ്പോഴും മാത്രം വീട്ടിലേക്ക് വരും. അപ്പം അങ്ങനെ വന്നപ്പോൾ
എന്നെ വിളിച്ചതാണ് കാണാനായിട്ട്. ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനൽ കൂടുതലും മിമിക്രിയൊക്കെയാണ് കേട്ടോ. മലയാള സിനിമയിലത്തെ നടന്മാരുടെ ശബ്ദമൊക്കെ അനുകരിച്ചുകൊണ്ട് മിമിക്രി പരിപാടി നടത്താറുണ്ട്. അതൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്നെ കുറച്ച് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാനായിട്ട് ടീച്ചർ അതിന് ഒരു ചെറിയ സഹായം ചെയ്യണം എന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ചെയ്യാലോ, ഞാൻ രാജേന്ദ്രനെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതെൻ്റെ സ്റ്റുഡൻ്റാണ് രാജേന്ദ്രൻ്റെ വീഡിയോസ് ഞാൻ ഒരെണ്ണം ഇതിലിടാം. രാജേന്ദ്രൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങളത് കാണുകയാണെങ്കിൽ രാജേന്ദ്രൻ അതൊരു സന്തോഷമായിരിക്കും. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, രാജേന്ദ്രൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒക്കെ ചെയ്യുക കേട്ടോ. എൻ്റെ ഈ വീഡിയോയിലൂടെ കുറച്ച് പേര് കൂടി രാജേന്ദ്രൻ്റെ വീഡിയോസ് കൂടി കണ്ടാൽ നല്ലതാണല്ലോ എന്ന് എനിക്കും തോന്നി. അപ്പോൾ അത് ചെയ്തോളൂ കേട്ടോ. ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. കുറേ സിനിമ പ്രത്യേകിച്ചും ഹാസ്യ നടന്മാരുടെ ശബ്ദമാണ് എടുക്കണത്, ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. നോക്കാം, നമുക്ക് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ നിങ്ങളെ. അന്തിപുരത്താണ് രാജേന്ദ്രൻ്റെ വീട്. ഇത് നമ്മൾ പണ്ട് കണ്ടതാണ്. ഇത് ഒരു 4 മീറ്റർ നീളം 10 മീറ്റർ വീതിയുണ്ട്. ഇമാതിരി ഒരു സാധനമാണ് പണ്ട് നമ്മൾ PWയിൽ ഓട്ടിക്കൊണ്ടിരുന്നത്. അറിയില്ല, നമ്മുടെ താമരശ്ശേരി ചുരം, നമ്മുടെ താമരശ്ശേരി ചുരം ഒരു ചുരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങനെ പോയി. ഇത് നമ്മൾ ചവിട്ടിയാലും പിടിച്ചാലും ഒക്കെ നിൽക്കണം. 2 സൈഡിലും ഭയങ്കര കുഴിയല്ലേ, കുഴി. കടുകയുടെ വ്യത്യാസത്തിന് സ്റ്റെയറിംഗ് ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ വെട്ടിക്കഴിഞ്ഞാൽ എഞ്ചിന് നമ്മൾ അപ്പടി പൊടി പിടിക്കില്ല. പടത്തോടെ നിങ്ങൾ കാത്തോടീന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിരലാണ്. എഞ്ചിനിങ്ങനെ ഇങ്ങനെ പറക്കുകയാണ്. ആലുവലത്തിൽ കൊണ്ടുപോയി ഒരു അറ്റ കൂത്താണ്. ആലുവൽ അപ്പം തന്നെ കടവഴിച്ചു നിന്നു. പിന്നെന്താ, റോഡ് അവിടെ തന്നെ നിന്നു. അപ്പം തന്നെ PWയുടെ ഓഫീസിൽ വെച്ചിട്ട് ഒരു അവാർഡ് വന്നു. അപ്പോഴല്ല, അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്ത് വെച്ചിട്ട് പറയാണ്, പഴയ അപാര ധൈര്യം തന്നെ നിൽക്കുന്നത്. ഇത് സുലൈമാനല്ല, സാക്ഷാൽ ഹനുമാൻ. പച്ചക്കറിക്കാരൻ സുഭാഷ് വന്നിട്ടുണ്ട് കേട്ടോ. കൊള്ളടിയല്ല ഒന്ന് നോക്കുന്നേ. ഇത്തിരി കിഴങ്ങ്, കായ്പയ്ക്കൊക്കെ പച്ചക്ക് 50 രൂപ ഒന്നേ ഉള്ളപ്പോ യൂട്യൂബിൽ വിളവില്ലേ? ആ പിന്നെ കായ്പയ്ക്ക് 50 രൂപ ഉള്ളപ്പോ. കായ്പയ്ക്ക് 50 രൂപ. കായ്പയ്ക്ക് പച്ചക്ക് തന്നെ 55 അടിക്കാനുള്ള തൂക്കണ്ടെന്ന്. ആയിക്കോട്ടെ. പയറ് 50 രൂപ 2 കിലോ 100. 1 കിലോ മതി. മണിപ്പയർ തന്നെയാട്ടത്. ആയിക്കോട്ടെ. സേവനാണ് പടവലിക്ക് ഇത് പറഞ്ഞാലേ വൈകുന്നേരം നമ്മളെ 2,000 രൂപ കാഴ്ച കണ്ടമാനം എന്നുള്ള ലെവലൊന്നും മുടക്കില്ല. പയറ് ഇനി ക്യാരറ്റ് ക്യാരറ്റ് 30 രൂപ. ക്യാരറ്റ് കായ അവിടെ ഇരിക്കുന്ന കായ 32 രൂപ വില. ആൾക്കാര് പറയാ അവിടെ ആ വില, ഇവിടെ ഈ വില. ഇത് 40 രൂപ കിലോ. 30 കായ, അരക്കിലോ 20 രൂപ. 600 ഇന്ത്യ മതി. പിന്നെ വേണോ ചേട്ടാ? അരിച്ചില് പയർ വേണ്ടല്ലോ ടീച്ചറാ? അരിയുടെ പയറ് വേണ്ട ഇപ്പൊ വേണ്ട, അത് ഒരു പയർ മതി. പടവലങ്ങ അത് മതി 1 കിലോ മതി.
മതി 20 റുപ്പീസ് ഒക്കെ കൊടുക്കണത് കൂട്ടിക്കൊണ്ടിരിക്കണത്. പിന്നെ 270 ഒരു കഷ്ണം ഇഞ്ചി എടുത്തോളോ. കഴിഞ്ഞല്ലേ? പച്ചമുളക് ഇഞ്ചി എടുത്തോളോ. 25 രൂപ കേട്ടാ. ഇഞ്ചൊക്കെ മൂത്തഞ്ചൊക്കെ കിട്ടണമെങ്കിൽ 15 രൂപ ഒന്ന് കൊണ്ടു കൊടുക്കണം. 20 രൂപ കേട്ടാ. വാരിക്കോരി കൂർക്ക 60 രൂപ വില കുറഞ്ഞിട്ടുണ്ട് കേട്ടാ. തന്നു ഭാഷക്ക് വേറെ എന്നിട്ടാ കൂർക്ക എടുത്തോളാം. കൂർക്കൂരയില്ല അല്ലേ? പാലങ്കാടൻ കൂർക്കണത്. അതായത് പറമ്പ് കൂർക്ക പറയും. പറമ്പ് കൂർക്ക. പറമ്പ് കൂർക്ക ഞങ്ങളുടെ കൂർക്ക ഉണ്ടാവട്ടെ. പറമ്പ് കൂർക്കക്ക് എപ്പോഴും ഞങ്ങള് നട്ടുണ്ട് കേട്ടാ. നിങ്ങൾ പറിക്കുമ്പോ ഒരു കിലോക്ക് തന്നു നോക്കണ്ട. അതിലെത്ര കാശാച്ച പറഞ്ഞത് ഞാൻ തരും. ഞങ്ങളുടെ ചേമ്പുണ്ട് ഇവിടെ. ചേമ്പുണ്ട്, കുത്തുകിഴങ്ങുണ്ട്. 60 മതി തോന്നല്ലേ? 350 രൂപ. 380. സബോളയൊന്നും വേണ്ടല്ല? വേണ്ട സബോള ഉണ്ട് ഇവിടെ. മാങ്ങ വേണ? മങ്ങയുണ്ട്. ഉള്ളി 2 കിലോ. മധുരക്കിഴങ്ങ് മേടിച്ചു. മധുരക്കിഴങ്ങ് ഫസ്റ്റ് മേടിച്ചേ. 350, 400, 400. ഓക്കെ. മുഴുവനും പൊള്ളിയ ബെസ്റ്റ് പറ. പിന്നെ അടുത്ത ഞായറാഴ്ച എടുക്കുള്ളൂ. നിങ്ങളൊരു കൊല്ലം അടുത്ത ഓണത്തിന് എടുത്താൽ മതി. ഫ്രിഡ്ജിലിരുന്ന ഈ സാധനം അടുത്ത ഓണത്തിന് എടുത്താൽ മതി. ഇത് ഐറ്റം വരെ നിങ്ങൾ വിചാരിച്ചത് മാർക്കറ്റിൽ കാട്ടിയുള്ള സാധനമല്ലത്. ഇത്തിരി ഇതിലൊക്കെ പറയോ? ഇത് യൂട്യൂബിൽ ആൾക്കാർ കേൾക്കേണ്ടതാ. കേക്കോ? ഇല്ലാണ്ട് എങ്ങനെയാ പിന്നെ പറയുന്നത്? കേൾക്കില്ലേ? നോണെന്നല്ല പറയണേ. കറക്റ്റാന്ന്. അതാ ഇന്നില്ല ബോംബയ്ക്ക് കൊണ്ടുപോകാറപ്പോ ഞാൻ ആൾക്കാരോട് ഞാൻ പറയുമ്പോളേ സൗദിക്ക് എന്റെ കൂർക്ക കയറി പോയെന്ന് പറയുമ്പോ ആൾക്കാർക്ക് സൗദിയിലേക്ക് പോയിണ്ടോ? പിന്നെ കൂർക്ക ഇഞ്ചി പച്ചമുളകല്ലേ? പച്ചമുളകത്തോ ആയിരിക്കോ? പച്ചമുളക് കൊണ്ടുപോ ഇവിടേക്ക് ബോംബെ. ഇഞ്ചി വേണ? ബോംബയ്ക്ക് കൊണ്ടോക്കോ. അത് നിങ്ങളൊന്നും പേടിക്കില്ല. പയറൊക്കെ കിട്ടും. പക്ഷെ അത് കോവയ്ക്ക് വേണ? നെല്ലിക്ക വേണ? മാങ്ങ വേണ? പയറ് വേണ? കൂർക്ക വേണ്ടത് അല്ലേ? കൂർക്ക വേണ? 60 രൂപ. ഓൺലി 60 റുപ്പീസ്. ഇത് 5 കിലോ ഓർഡർ ഉണ്ട് ഈ കൂർക്ക. പിന്നെ കഴിക്കാണ്ട് കൊണ്ട് തരാനാ പറഞ്ഞാണ്. ലാസ്റ്റ് ഇത് മാറ്റി വയ്ക്കൂ അല്ലേ? അത് ഞാൻ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. 10 കിലോ കൂർക്ക. 10 ഈശ്വരന്മാരെ. 1/2 കിലോ എടുത്തത് എന്നിട്ട് 1 കിലോ കൂർക്കാന്ന് പറഞ്ഞ ഇത് വാരുമ്പോ നമുക്കറിയാം. പുളുങ്കുരുല്ലേ? പുളുങ്കുരു പറഞ്ഞ പോലെയാണ്. അത് 100 കൂടുമ്പോ അതിനെ പ്രത്യേകത. മല്ലിയില കൊടുത്തില്ല മാഷക്ക്? മല്ലിയില കൊടുത്തണ്ട? പക്ഷെ മാഷ അതാണോ പെട്ടെന്ന് പോയേ? അതൊന്നും പറഞ്ഞ ലാസ്റ്റ് ഇടാൻ വെച്ചാ പിടിച്ച മല്ലിയില വെറുതെ തണ്ണാണ് കൊടുക്കുന്നത്. മല്ലിയില ചമ്മന്തി അരക്കാൻ വെച്ചിട്ടാ. 120 കിലോന് വിലയുണ്ട്. വെറുതെ എല്ലാവർക്കും വെറുതെ കൊടുക്കുവോ? എല്ലാവർക്കും വെറുതെ കൊടുക്കും. ആണോ? ദൈവമേ. ഇപ്പൊ 120 രൂപ. അത് 120 കഴിഞ്ഞ മാസം ആഴ്ചത്തെ 390 രൂപ.
അവിടെ 350, ഇവിടെ 390. ഇത് ബോംബെക്ക് പോണതാ. ആ ഇത് ബോംബെ. അപ്പൊ കടടിച്ചടാ. യെസ്, ഓക്കെ ഓക്കെ. ഇത് ഞാൻ വെറുതെ പറയുന്നല്ലേട്ടാ. ഇനി 200 രൂപ കിലോന് ഇതിന്റെ വില വന്നാലേ അത് വെറുതെ ഒരു നുള്ളു കൊടുക്കും. പൈസ പഠിക്കില്ല. അതൊരു ടെക്നിക്ക് നമ്മടെ.